നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വാവ്, വേൾഡ് കപ്പ് എടുക്കുന്നു, മിന്നും ഫോമിലേക്ക് സൂപ്പർ താരങ്ങൾ ഉയരുന്നു. ഇതിനേക്കാൾ വലിയ സന്തോഷം, ആവേശം എന്താണ്? റാഫീഞ്ഞ യെസ്, FC ബാഴ്സലോണയ്ക്ക് വേണ്ടി മിന്നും പ്രകടനം. അദ്ദേഹം ഇരട്ട ഗോളുകൾ, ഒരു ഫ്രീ കിക്ക് ഗോൾ അടക്കം ഇരട്ട ഗോളുകൾ റാഫീഞ്ഞ നേടിയപ്പോൾ 3-1 റയൽ ബെറ്റീസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു FC ബാഴ്സലോണ. ഓൾറെഡി കിരീടമൊക്കെ ചൂടിയതാണ്. ഏതായാലും സീസൺ നല്ല രൂപത്തിൽ കിടിലൻ വിജയങ്ങളുമായിട്ട് അവസാനിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. റോബർട്ട് ലെവൻഡോസ്കി ഇതാ ബാഴ്സലോണ ക്ലബിനോട് വിട പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് നൗവിൽ അവസാന മത്സരം അതിന് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാധകരോട് വിട പറയുകയും ചെയ്തു. ലെവൻഡോസ്കിയും റാഫീഞ്ഞയും ലോപ്പസും ചേർന്നുകൊണ്ടാണ് ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. കളിയുടെ 27ാമത്തെ മിനിറ്റിലാണ് റാഫീഞ്ഞയുടെ കിടിലൻ ഫ്രീ കിക്ക് ഗോള് വലയിലേക്ക് തുളഞ്ഞ് കയറുന്നത്. ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയമായ ഒരു ഗോളിന് ബാഴ്സലോണ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 61ാമത്തെ മിനിറ്റിൽ റാഫീഞ്ഞയുടെ അടുത്ത ഗോളും വരുന്നു. 2-0 ബാഴ്സ മുന്നിൽ. പക്ഷേ പിന്നാലെ ഇസ്കോയിലൂടെ പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് റയൽ ബെറ്റീസ് ഒരു ഗോൾ മടക്കിയെങ്കിലും 73ാമത്തെ മിനിറ്റിൽ ജാവോ കൻസേലോയുടെ ഗോൾ കൂടി വന്നപ്പോൾ ബാഴ്സലോണ 3-1 മികച്ച വിജയം സ്വന്തമാക്കിയായിരുന്നു. 37 കളി 94 പോയിന്റ്. ഒരു കളിയുണ്ട്, അത് ജയിച്ചാലും 100 ആവില്ല. 100 പോയിന്റ് ആവുക എന്നത് ഹൻസി ഫ്ലിക്കിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് സാധിക്കുന്നില്ല. പക്ഷേ ഒരിക്കൽ കൂടി കിരീടം ചൂടിയിരിക്കുന്നു. ബാഴ്സ ആരാധകർ വലിയ സന്തോഷത്തിലാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.